മഴ ദൂരം മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനയെ പുറത്താക്കണമെന്ന ചിന്തയോടെയാണ് ഈ വീട്ടിലെ എല്ലാവരും ഉള്ളത്. വൈജയന്തിക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണ്. കാര്യം എന്തെന്നാൽ എൻ്റെ ഈ വീട്ടിലെ അവസ്ഥ കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് ആർക്കും സങ്കടം തോന്നുന്നില്ലല്ലോ, ഒന്നാമത് ബാലചന്ദ്രന് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് എല്ലാവരുമായിട്ടിരിക്കുമ്പോഴത്തേക്കും മനു വരുന്നുണ്ട്. മനു പറയുന്നുണ്ട്, മനുവിനെ ഫോൺ വിളിച്ച് ആദ്യം പറയുന്നുണ്ട്, രാജീവിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, നീ വല്ല കാര്യങ്ങൾ അറിയുന്നുണ്ടോ ആ വീട്ടിലെ? അവിടെയാണെങ്കിൽ ഒരുത്തി കൊണ്ട് താമസിപ്പിക്കില്ലേ, അത് ബാലചന്ദ്രൻ്റെ മകളാ, അവനാണ് ആ വീട്ടിലെ എല്ലാം. ഇപ്പോഴത്തേക്കും എന്ത് ചെയ്തു നിന്നാലും അവർ മാത്രമാണ് അവിടെ എല്ലാം ഉള്ളത്. കാര്യം എന്തെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ പുറത്താക്കണം എന്നല്ലേ എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അലീനയെ നമുക്ക് പുറത്താക്കേണ്ടത്. നീ ഒരു കാര്യം ചെയ്യണം, അങ്ങോട്ട് പോകണം, എന്താണെന്ന് അന്വേഷിക്കണം. ഇവിടെയുള്ള എല്ലാവരും പോയിട്ട് ഒരു തീരുമാനവും ആയില്ല. എല്ലാവരും പോയിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ. കാര്യം എന്തെന്ന് വെച്ചാൽ ബാലചന്ദ്രന് അവളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവന, വീട്ടിലുള്ള ആരെയും കണ്ടുകൂടാ. അതുപോലെ തന്നെ കൃഷ്ണമോൾ മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ ഇപ്പോൾ അവൾക്ക് സപ്പോർട്ടായിട്ട്. പിന്നെ ബാലചന്ദ്രന് വേറെ എല്ലാവരും എതിരായിട്ട് നിൽക്കുക. പക്ഷേ നമുക്ക് എങ്ങനെയെങ്കിലും വൈജയന്തിയുടെ സമാധാനത്തിന് വേണ്ടി ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അവിടെ എന്താണെന്ന് നീ ഒന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു ആ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ്, നീ എന്താ, അല്ലെങ്കിൽ മുത്തശ്ശിക്ക് കാണുമെന്ന് പറഞ്ഞാണല്ലോ എപ്പോഴും വരുന്നത്, ഇപ്പം നീ അലീനയെ കാണാനാണല്ലോ ഈ വീട്ടിൽ എപ്പോഴും വരുന്നത്, എന്താ കാര്യം? അലീനയെ നീ കല്യാണം കഴിക്കുമോ, അതോ ഇനി വീണ്ടും കല്യാണം കഴിച്ച് എന്നെ പുറത്താക്കാനാണോ നിൻ്റെ പ്ലാൻ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മനു ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇപ്പം നിൻ്റെ മുറപ്പെണ്ണായല്ലോ. കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും മോളല്ലേ, ബാലചന്ദ്രൻ്റെ മോളായിട്ട് ഈ വീട്ടിൽ അംഗീകരിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം അറിയണം. നീ നിൻ്റെ ബാലചന്ദ്രനെ പോയി ഒന്ന് ചോദിക്കണം, എന്താ പ്രശ്നം, എന്ത് പറ്റി നിനക്ക് എന്നൊക്കെ നീ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് നീ ചോദിക്കണം. പറ്റുമോ നിനക്ക്? എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ചോദിക്കട്ടെ എന്ന് മനു പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മനു പോയി ചോദിക്കുന്നുണ്ട് അലീനെ അടുത്ത്, അലീനെ, ഞാൻ ഇവിടെ എന്നും വരുന്നതാ, എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതാ, പക്ഷേ നീ ഇതുവരെയായിട്ട് എൻ്റെ അടുത്ത് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ബാലചന്ദ്രൻ അങ്കിൾ നിൻ്റെ മകളാണെന്ന് കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. മകളാണോ അതോ കള്ളാണോ പറയുന്നത്? നീയാണ് മകളെന്നാ എല്ലാവരും പറയുന്നത്, പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ല. എന്താ എന്ന് ചോദിച്ചപ്പോൾ അലീന പറയുന്നു, എനിക്കറിയില്ല എന്നൊരു ഉത്തരമാണ് പറഞ്ഞത്. അങ്ങനെ അലീനയുടെ അടുത്ത് ഒരു ചോദ്യമില്ല ചിഹ്നം പോലെ നിൽക്കുക. കാര്യം എന്തെന്ന് വെച്ചാൽ അലീനയാണെങ്കിൽ ആലോചിക്കുകയാണ്, മനുവേട്ടൻ ഇത് അറിയണോ വേണ്ടയോ എന്ന് മാത്രം അവൾ ചിന്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അറിഞ്ഞാൽ ഇനി എന്താ പ്രശ്നം വരുന്നതെന്നും അറിയില്ല. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ മനുവാണെങ്കിൽ അങ്കിളിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താ മനു, എപ്പോഴാണ് വന്നേ? നീ എന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്നത്. എന്താ ഇവിടെ നടക്കുന്നത്, എന്താ പറ്റിയേ അങ്കിളിന് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും പറ്റിയില്ല, പിന്നെ എന്താ എല്ലാവരും പറയുന്നത്, സ്വന്തം മോള് ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയെന്ന്. എൻ്റെ അടുത്ത് വന്നാലും അങ്കിൾ ഇത്രയും ദിവസമായിട്ട് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞില്ലല്ലോ എന്നും പറയുന്നുണ്ട്. അത് ഞാൻ വൈകിപ്പോയതാ കാര്യം, ഞാൻ നിൻ്റെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചതാ, പിന്നെ വിചാരിച്ച് പറയണ്ടെന്ന്. എന്നാലും ഞാൻ പറയാം, നീ അത് വേറെ രീതിയിലൊന്നും എടുക്കരുത്. ഞാനാണെങ്കിൽ എന്ത് പറഞ്ഞാലും നീ ഇപ്പോൾ വിശ്വസിക്കില്ല. ഇല്ല അങ്കിൾ, ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവരും പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് അലീനയൊരു പ്രശ്നക്കാരിയാണെന്ന്, പക്ഷേ അപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല, അങ്കിളിൻ്റെ മകളാ അലീന എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിലിപ്പം സർവ്വ സ്വാതന്ത്ര്യത്തിലും നടക്കുന്ന നിങ്ങൾ രണ്ടുപേരോ, ബാക്കിയുള്ളവർക്കാർക്കൊരു സ്വാതന്ത്ര്യമില്ല. എന്നാലും കുഴപ്പമില്ല, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി, അലീന ആരാ അങ്കിളിൻ്റെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് ഞാൻ പറയാം. വൈജയന്തി, ഞാൻ വന്നപ്പോൾ പറഞ്ഞത് ഞാൻ കേട്ടു, നീ വന്നപ്പോഴത്തേക്കും പറയുന്നതുകൊണ്ട് എല്ലാം ഞാൻ കേട്ടോണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചതാണ്, എന്തോ അവൾ മനസ്സിൽ കരുതിയിട്ടുണ്ട്, അല്ലാതെ ഇങ്ങനെയൊന്നും പറയില്ല. ഈ വീട്ടിൽ അവളായിട്ട് വേദനിപ്പിക്കുക അവരെല്ലാവരും കൂടെ. അത് കൃഷ്ണമോൾ മാത്രമുണ്ട് അവൾക്കൊരു ആശ്വാസമായിട്ട് ഇപ്പോൾ ഒരു താങ്ങായിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനും. അവളാണെങ്കിൽ എന്തെല്ലാം സഹിച്ച കുട്ടിയാണെന്നറിയാവോ ആ ഓർഫനേജിൽ വളർന്നത്. എന്നാൽ നമ്മുടെ വീട്ടുകാർക്ക് അങ്ങനെയാണോ? അതുപോലെയല്ലല്ലോ. എന്നാൽ അങ്കിൾ പറയും. അലീന പറയുന്നുണ്ട്, എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? ഇല്ല, നിൻ്റെ കാര്യം തന്നെയാണ്, ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കൊന്നും അറിയില്ലല്ലോ, അതിനുവേണ്ടി ഞാൻ ചോദിക്കാനാണ് ഇവിടെ വന്നത്. എന്തായാലും നീ വന്നത് നല്ല കാര്യമായി. നീലേ, നീ ഒരു കാര്യം ചെയ്യ്, അങ്കിളിൻ്റെ അടുത്തും പറയുന്നില്ല, നീയേക്ക് പറ, ആരാ നീയാണെങ്കിൽ സത്യം പറ. എനിക്കറിയില്ല, അങ്കിളിൻ്റെ മകളാണോ നീ, അതും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇത് വിചാരിച്ചതുപോലെ ഒന്നും അല്ല,